ഹലോ ഹായ് ഫ്രണ്ട്സ്, കൃഷിയിടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുമ്പ് രണ്ട് അടീനിയത്തിൻ്റെ രണ്ട് കളർ ഒരു അടീനിയത്തിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യും എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അടീനിയം ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വേണ്ട രണ്ട് സംഗതികളാണ്. ഒന്ന്, റൂട്ട് സ്റ്റോക്ക്. നമ്മൾ ഏത് ചെടിയിലാണോ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ റൂട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ഹെൽത്ത്, റൂട്ട് സ്റ്റോക്കിൻ്റെ കോഡക്സ്, ഏകദേശം 1 വർഷമെങ്കിലും പ്രായമായ ചെടിയായിരിക്കണം നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ ഗ്രാഫ്റ്റ് പിടിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കും. വെള്ളം ഓവറായിട്ട് അതിൻ്റെ മൂട്ടിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ചെടിക്ക് ആവശ്യത്തിലധികം അതിൻ്റെ ഇലകളൊന്നുമില്ലാത്ത ബ്രാഞ്ചുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെടിക്ക് വെള്ളം ആവശ്യത്തിലധികം അവിടെ വരികയും ഒരുപക്ഷെ നശിച്ചു പോകാനുള്ള സാധ്യത ആ ചെടികൾക്കുണ്ട്. അതുകൊണ്ട് റൂട്ട് സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യം 1 വർഷമെങ്കിലും പൂർത്തിയായിരിക്കണം എന്നതാണ് അതിനൊരു പ്രത്യേകത. അടുത്തത് വേണ്ടത് സയോണാണ്. ഇതാണ് നമ്മൾ സയോണായിട്ട് ഉപയോഗിക്കുന്ന 2-3 ബ്രാഞ്ചുകൾ. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരെണ്ണം വെള്ള ട്രിപ്പിൾ പെറ്റൽ അഡീനിയവും മറ്റൊരെണ്ണം ചുവന്ന ട്രിപ്പിൾ പെറ്റൽ അഡീനിയവുമാണ്. ആ 2 പ്ലാന്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് 2 പ്ലാന്റും കൂടെ ചേർന്ന് നമ്മളിപ്പോൾ ഒരു ചെടി ഇവിടെ റെഡിയാക്കി ഇട്ടുണ്ട്. മുമ്പ് ഞാനത് ചെയ്ത ഒരു ഗ്രാഫ്റ്റിംഗ് ആണ്. 2 കളറിലുള്ള 2 നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചുവന്ന അഡീനിയവും വെള്ള അഡീനിയത്തിൻ്റെ 2 സയോണാണ് ഞാനിവിടെ റെഡിയാക്കി വച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നത് നമുക്ക് തുടങ്ങാം. അതിന് വേണ്ട ചില വസ്തുതകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഗ്രാഫ്റ്റിങ്ങിന് ആവശ്യമായ ചില സംഗതികൾ. ഒന്ന്, സാഫ് ആൻറ്റി ഫംഗലാണ്. ഈ സാഫ് എല്ലാ രാസവളം വിൽക്കുന്ന കടകളിൽ നിന്നും നമുക്ക് വാങ്ങുവാനായിട്ട് കഴിയും. സാഫ് ഒരു അഡീനിയം പ്ലാന്റുള്ള എല്ലാവരും പ്രത്യേകിച്ച് കരുതേണ്ടുന്ന ഒരു പ്രത്യേക സാധനമാണ് ഈ സാഫ്. മിക്കവാറും സാഫിൻ്റെ ആവശ്യകത നമുക്ക് അഡീനിയം കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീനിയം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് സാഫ്. മറ്റൊന്ന്, ഞാൻ ഇവിടെ എൻ്റെ നൈഫ് ക്ലീൻ ചെയ്യാനും എൻ്റെ കൈ വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്പിരിറ്റാണ്. നമ്മൾ മരുന്ന് കടകളിൽ നിന്ന് കിട്ടുന്ന സ്പിരിറ്റാണ് ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, പഞ്ഞി നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. ഈ പഞ്ഞി നമുക്ക് ആവശ്യമാണ്. പിന്നെ മറ്റൊന്ന് ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഈ ടേപ്പ് വളരെ അത്യാവശ്യം ഉള്ള ഒരു ഘടകമാണ് നമുക്കിത് ചെയ്യുവാനായിട്ട്. ഇതും നമ്മൾ രാസവളങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്ന് ഏകദേശം 1 ഇഞ്ചിൽ അധികം വലിപ്പമുള്ള ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇതുപോലെ നമുക്ക് ലഭ്യമാണ്. മറ്റൊന്ന് ഗ്രാഫ്റ്റിംഗ് നൈഫാണ്. ഈ ഗ്രാഫ്റ്റിംഗ് നൈഫ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ നൈഫ് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഭാഗം തുരുമ്പ് പിടിച്ചിങ്ങനെ ഇരിക്കുന്ന. ഇത് വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് സക്സസ് ആവില്ല. അതിനൊരു പ്രത്യേക വഴിയുണ്ട്. അത് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 100-ൻ്റെ, അതായത് ഒരു സാൻഡ് പേപ്പർ ഞാൻ ഉപയോഗിക്കുന്നു. ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ നൈഫ് വൃത്തിയാക്കുന്നത് എന്ന് പരിചയപ്പെടാം. ഇത് വെച്ചിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഈ നൈഫിനെ നമ്മൾ നല്ലവണ്ണം ഉരച്ച് വൃത്തിയാക്കുന്നു. ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ തുരുമ്പെല്ലാം മാറി ഈ നൈഫ് വൃത്തിയാക്കുന്നു. എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴെല്ലാം പുതിയ കത്തി വാങ്ങേണ്ട ആവശ്യമില്ല. ഈ കത്തി വെച്ച് തന്നെ നമുക്ക് സ്ഥിരമായി ഇതിനെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ആരംഭിക്കാവൂ, അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ഒരിക്കലും സക്സസ് ആവുകയില്ല. ഇത് സാൻഡ് പേപ്പർ വെച്ച് നല്ല വൃത്തിയാക്കിയ നൈഫാണ്. ഇത് കാണുമ്പോഴറിയാം അതിൻ്റെ തുരുമ്പെല്ലാം മാറി നല്ലവണ്ണം സാൻഡ് പേപ്പർ വെച്ച് വൃത്തിയാക്കിയപ്പോൾ ആ നൈഫ് നല്ലവണ്ണം വൃത്തിയായിരിക്കുന്നു. ഇതിന് നമ്മൾ ഈ സ്പിരിറ്റ് ഉപയോഗിച്ച് ഇതിനെ നല്ലവണ്ണം ഒരിക്കൽ കൂടി അതിനെ ക്ലീൻ ചെയ്യുന്നു. ഇതിനെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഇതിനെ റെഡിയാക്കുന്നു. കത്തി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രാഫ്റ്റിങ്ങിനായി റൂട്ട് സ്റ്റോക്കിൽ ഈ റൂട്ട് സ്റ്റോക്കിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ അല്പം വൃത്തിയാക്കാനുണ്ട്. നിങ്ങൾ നോക്കുമ്പോഴറിയാം ധാരാളം ശാഖകൾ വന്ന് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിനുള്ളിൽ ധാരാളം ശാഖകളുണ്ട്. ഇതിൽ ആവശ്യമില്ലാത്തവ നമ്മൾ മുറിച്ച് മാറ്റിയതിന് ശേഷം അതിനകത്ത് സാഫ് തേച്ച് നമ്മളതിനെ വൃത്തിയാക്കുന്നു. ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മളെല്ലാ ശാഖകളും ഈ ചെടിയോട് ചേർത്ത്, ഈ തടിയോട് ചേർത്ത് തന്നെ നമ്മളതിനെ വൃത്തിയാക്കുന്നു.
നമുക്ക് ആവശ്യമുള്ള എവിടെയാണോ അവിടെ അതുവരെ നമ്മളതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നു. എങ്കിൽ മാത്രമേ ഈ ചെടിക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിയായ ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് താഴെയുള്ള റൂട്ട് സ്റ്റോക്കിലെ താഴത്തെ ഭാഗത്തിൽ നമ്മൾ നല്ലവണ്ണം, ഞാനിത് സാഫാണ് എടുത്തിരിക്കുന്നത്, സാഫിനെ ഞാനൊരു ബോട്ടിലിൽ എടുത്തിരിക്കുന്നു. ഈ സാഫിനെ ഈ ഭാഗത്ത് നന്നായിട്ട് തേച്ച്, അല്ലെങ്കിൽ ഈ ചെടി നശിച്ചു പോകും, അതുകൊണ്ട് സാഫ് തേച്ച് നല്ലവണ്ണം ചെടിയെ ആദ്യം ശരിയാക്കുക. റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗം നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ കട്ട് ചെയ്ത് ചെടിയെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, അതിനെ വളരെ സ്ട്രെയിറ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇതുപോലെ അത് വളരെ സ്ട്രെയിറ്റായിട്ടിരിക്കണം. 2 ഭാഗങ്ങൾ, നമുക്ക് ഈ 2 ശാഖകളുണ്ട്. ഈ 2 ശാഖകളെയുമാണ് നമ്മൾ 2 വ്യത്യസ്തമായ അഡീനിയത്തിൻ്റെ 2 കളറിലുള്ള ചെടികളെ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചരിവുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്ട്രെയിറ്റായിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് വളരെ സ്ട്രെയിറ്റായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന 2 സയോൺ, ഇത് ശ്രദ്ധിച്ചാലറിയാം, ഈ സയോണിൻ്റെ താഴത്തെ ഭാഗത്തിൽ റായെ മറിച്ചിടുമ്പോഴുണ്ടാകുന്ന ഒരു അടയാളം, ഇലയുടെ അടയാളം നമുക്ക് കാണാം. ഒരുപക്ഷെ നമ്മൾ ഈ സയോൺ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഭാഗം, മേൽഭാഗവും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ ശരിയായ ഭാഗമെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളത് ഓർത്ത് വയ്ക്കുക. ഈ സയോണിൽ ഇങ്ങനെ റാ തിരിച്ചിടുമ്പോഴുണ്ടാകുന്ന ഭാഗമാണ് അതിൻ്റെ അടിഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഭാഗത്തെ നമ്മൾ സയോൺ നമ്മൾ ഉപയോഗിക്കുന്നു. സയോൺ എങ്ങനെയാണ് ഇതിനായിട്ട് നമ്മൾ ക്രമീകരിക്കുന്നത് എന്ന് കാണാം. അതിനു മുമ്പ് ഞാൻ അതിനായിട്ട് ഒരു ചെറിയ തടിയുടെ കഷ്ണം ഉപയോഗിക്കുന്നു. കാരണം സയോൺ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലത്ത് വീഴുകയോ അതിൻ്റെ ഉള്ളിൽ യാതൊരു അഴുക്കും ഉണ്ടാകാൻ പാടില്ല. അത് വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. 2 നോഡ് ഇതിനാവശ്യമാണ്. 2-3 നോഡ് മാത്രമേ നമുക്കതിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ഇതിൽ 1, 2, 3 നോഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൽ നേരത്തെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് വളരെ എളുപ്പം. അതല്ലെങ്കിൽ ഇത് നമ്മുടെ കൈ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയാകാൻ ബുദ്ധിമുട്ട് ഉണ്ട്. വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതിന് സാധ്യമല്ല. ഇങ്ങനെ 2 ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സയോൺ. ഈ സയോൺ നമ്മൾ ഈ ചെടിയുടെ, ഇത് ചുവന്ന അഡീനിയത്തിൻ്റെ സയോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ കട്ട് ചെയ്ത മുറി ഭാഗത്ത് ചെറിയ കറുപ്പിൻ്റെ നിറം, അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെടിയുടെ കറ ഇരുന്നിട്ട് നമ്മുടെ നൈഫിനകത്ത് ചേരുമ്പോൾ അത് ചെറിയ കറുത്ത നിറമാണ്. അതുകൊണ്ട് നൈഫ് നല്ലവണ്ണം ഒന്നുകൂടി നമ്മളൊന്ന് നൈഫ് വൃത്തിയാക്കിയതിന് ശേഷം ഈ പഞ്ഞി ഉപയോഗിച്ച് നമ്മൾ നല്ലവണ്ണം വൃത്തിയാക്കി സ്പിരിറ്റ് ഉപയോഗിച്ച് ഒരു വട്ടം കൂടെ നമ്മൾ ഈ നൈഫിനെ വൃത്തിയാക്കി. നൈഫ് നമ്മൾ തുടയ്ക്കുമ്പോഴത് കാണാൻ കഴിയും. ഇത് കണ്ട നമുക്ക് മനസ്സിലാകും, ഈ നൈഫിനകത്തുള്ള കറ ഇരുന്നിട്ട് അത് ഇങ്ങനെ കറുത്ത നിറമാകുന്നു. ഇങ്ങനെ ആകുമ്പോൾ ഒരു കാരണവശാലും ഈ നമ്മൾ ചെയ്യുന്ന ഗ്രാഫ്റ്റ് സക്സസ് ആകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എപ്പോഴും നമ്മൾ അതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവൂ. ഇത് കണ്ടാലറിയാം, ഇതിൻ്റെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു വട്ടം കൂടെ അതിൻ്റെ മുകളിലത്തെ തല നമ്മൾ കട്ട് ചെയ്ത് ഒന്നുകൂടെ വൃത്തിയാക്കുന്നു. ഇപ്പോൾ ആ നല്ലവണ്ണം റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗം വൃത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ മുറിത്തല ഏത് ഭാഗമാണ് വരേണ്ടത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് റാ മറിച്ചിടുന്ന ഭാഗം എന്ന ഭാഗത്താണ് അതിൻ്റെ അടിഭാഗത്തേക്ക് വരേണ്ടത്. ഇത് ശ്രദ്ധിച്ച് ഇതിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ വെക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഗ്രാഫ്റ്റിംഗ് ടേപ്പാണ്. ഈ ടേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ ടേപ്പ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കെട്ടുന്നതിന് മറ്റ് റബ്ബർ ബാൻഡോ ചരടോ ഉപയോഗിക്കുന്നില്ല. ഇത് ഇങ്ങനെ വച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഭാഗം നടുക്ക് വന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം
ചേർത്ത് പിടിച്ചതിന് ശേഷം ഈ ഭാഗം നമ്മുടെ കൈക്കുള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു കറക്കി കഴിയുമ്പോൾ ഇവിടെ ശരിയായി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ അതിനെ കെട്ടുവാൻ കഴിയും. മറ്റ് റബ്ബർ ബാൻഡിൻ്റെയോ മറ്റ് യാതൊരു ആവശ്യവും നമുക്കില്ല. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ്. ഇത് ചുവന്ന ത്രിബിൾ പെറ്റൽ അഡീനിയത്തിൻ്റെ സയോണാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൂട്ട് സ്റ്റോക്കിനേക്കാളും സയോൺ വലിപ്പം കുറഞ്ഞതാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, നമ്മുടെ ഗ്രാഫ്റ്റിന് പിടിക്കും. എന്നാൽ ഇതിനേക്കാളും യാതൊരു കാരണവശാലും വലിപ്പം കൂടുവാൻ ഒരിക്കലും നമ്മൾ അത് അനുവദിക്കരുത്. വെള്ള അഡീനിയത്തിൻ്റെ സയോൺ നമ്മളിവിടെ വൃത്തിയാക്കുന്നു. ആദ്യം അതിൻ്റെ മുറിത്തല നമ്മളൊന്ന് വൃത്തിയാക്കി കളയുന്നു. എന്നിട്ട് കൃത്യമായി 2-3 നോഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ 3 നോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ എടുക്കുക. വളരെ സൂക്ഷിച്ച് എടുത്ത് ഈ ഭാഗത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചെടിച്ചട്ടിയുടെ ഈ ശാഖകൾ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുവാൻ നമുക്ക്, അതുകൊണ്ട് ചെടിച്ചട്ടിയെ നമ്മൾ ക്രമീകരിച്ച് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഇതുപോലെ വച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഇതിനെ കൃത്യമായി നമ്മൾ ടാഗ് ചെയ്യാൻ പോകുന്നു. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനെ പിടിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ടൈറ്റാക്കുക. കൈക്കകത്ത് വെച്ചിട്ട് ഇതിനെ ഒരു ടേപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ, റബ്ബർ ബാൻഡോ മറ്റ് യാതൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇതുപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ഇവിടെ പൂർത്തിയാകുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മൾ ഇതിന് വെള്ളം നനയ്ക്കാവൂ. ഇനി ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സംഗതി, ഒരു കവർ കൊണ്ട് ഈ ചെടിയെ മുഴുവനായി നമ്മൾ മൂടുവാൻ ശ്രമിക്കുന്നു. ഗ്രാഫ്റ്റിങ്ങിന് ശേഷം നമുക്കിനി ആവശ്യം ഈ ചെടിയെ ശരിയായി കെയർ ചെയ്യുക എന്നതാണ്. എങ്കിൽ മാത്രമേ ഗ്രാഫ്റ്റ് സക്സസ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ പാക്കിംഗ് ചെയ്യുന്ന സാധനങ്ങൾ, പാക്കിംഗ് സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് ഇതുപോലുള്ള കവർ നമുക്ക് വാങ്ങുവാനായിട്ട് കിട്ടും. ഇത് ഏകദേശം 1 കിലോ പാക്ക് ചെയ്യുന്ന കവറാണ്. ഈ കവർ നമ്മൾക്ക് കടകളിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും. ഇതുപയോഗിച്ച് ഈ 2 ഭാഗവും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത 2 ശാഖകളെയും ഒന്നിച്ച് നമ്മൾ കവർ ചെയ്യുന്നു. ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കുന്നു. കവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ശാഖകളിൽ കൃത്യമായി സാഫ് തേച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിന് ശേഷം കവർ വെച്ച് മൂടിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ഫംഗസ് വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ചെടി നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പിനെ തന്നെ ഞാൻ 2ആയിട്ട് കീറി ഉപയോഗിക്കുന്നു ഇതിനെ കെട്ടാനായിട്ട്. ഇതുപോലെ 2 ഭാഗമായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് നെടുകെ കീറി അതിനെ നമുക്ക് ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മറ്റ് മെറ്റീരിയലൊന്നും ഇല്ലാതെ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ച് തന്നെ മുഴുവൻ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇത് വെച്ചതിന് ശേഷം ഈ ഭാഗം റൂട്ട് സ്റ്റോക്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് കെട്ടുവരരുത്. ഏറ്റവും താഴെ വളരെ ഭംഗിയായി ഒരു കെട്ടിട്ട് വെക്കുക. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു 4-5 ദിവസം ഇവയെ തണലിൽ സൂക്ഷിക്കുക. 4 ദിവസത്തിന് ശേഷം 3-4 ദിവസത്തിന് ശേഷം വളരെ കുറച്ച് വെള്ളം മാത്രം ചെടിയുടെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചെടിക്കിപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ വെള്ളം ആവശ്യമില്ല. കാരണം അതിൻ്റെ ശാഖകളെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി, ഇലകളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ചെടി വെള്ളം വലിച്ചെടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു 3 ദിവസത്തിന് ശേഷം കുറച്ച് വെള്ളം ഇവയ്ക്ക് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തണലിൽ നിന്ന് 3-4 ദിവസത്തിന് ശേഷം തണലിൽ നിന്ന് ചെറിയ വെയിലുള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ മാത്രമേ ഈ കവറിനെ തുറന്നു നോക്കാവൂ. അതുവരെ ഈ കവർ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കവർ മൂടിക്കഴിഞ്ഞാൽ ഈ കവർ ഒരു കാരണവശാലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സയോണിൻ്റെ മുകളിൽ ഒരിക്കലും മുട്ടി നിൽക്കുവാൻ പാടില്ല. ഇതുപോലെ കൃത്യമായി ഇവയെ മാറ്റി നിർത്തിയിരിക്കണം. അല്ലെങ്കിൽ ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി ഉണ്ടാകുകയും വെള്ളത്തിൻ്റെ നനവ് ഈ കവറിനകത്ത് ഉണ്ടാകുകയും വെള്ളത്തിൻ്റെ നനവ് നമ്മൾ മുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ സ്റ്റമ്പിൻ്റെ പുറത്തേക്ക് വീഴുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇത് വളരെ മാറ്റി നിർത്തി വേണം ഇതിനെ കെട്ടിവെക്കേണ്ടത്. ഇങ്ങനെ കെട്ടിവെച്ച് സൂക്ഷിക്കേണ്ടത് ആവശ്യം. 3-4 ദിവസം കഴിയുമ്പോൾ ഇത് ഇളക്കി വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കണം,
ഇതിനകത്ത് ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹ്യൂമിഡിറ്റിയിലൂടെ ഈ ചെടി നല്ലവണ്ണം തളിരിടുവാൻ സാധ്യമായി. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിനെ ഇളക്കി മാറ്റി കഴിയുമ്പോൾ നമുക്ക് അത് കണ്ടെത്തുവാനായിട്ട് കഴിയും. അതിൻ്റെ ശാഖകൾ ഈ കവറിൻ്റെ പുറത്തുകൂടെ തന്നെ പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട് കഴിയും. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിനെ ഇളക്കി മാറ്റി കൊടുക്കുക. വെള്ളം വീഴാനുള്ള സാധ്യത നമ്മൾ ഒരിക്കലും അവിടെ ഉണ്ടാകരുത്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് വെള്ളം നനയാൻ പാടില്ല. നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ തന്നെ കെട്ടഴിച്ചതിന് ശേഷം കവർ പ്രത്യേകം അതിൻ്റെ മുകളിൽ മൂടി വയ്ക്കുന്നതിനും കുഴപ്പമുണ്ടാകില്ല. ഇങ്ങനെ ഞാൻ ചെയ്ത ഒരു ചെടിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. വെള്ളയും ചുവപ്പും അഡീനിയത്തിൻ്റെ ത്രിബിൾ പെറ്റൽ വെള്ളയും ത്രിബിൾ പെറ്റൽ ചുവപ്പും അഡീനിയത്തിൻ്റെ 2 ചെടികളാണ് ഇവിടെ. ഈ റൂട്ട് സ്റ്റോക്ക് അതിൻ്റെ സയോണും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഒരു വെള്ള അഡീനിയത്തിൻ്റെ സയോൺ. ഞാനിവിടെ ഇതിനെ ബട്ടൺ ഗ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ബട്ടൺ ലെവലിൽ നമുക്ക് 3-4 നോഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ അഡീനിയം വളരെ ഭംഗിയുള്ള ഒരു കളറുള്ളൊരു ചെടിയാണ്. ഇതിന് ഞാൻ വി ഗ്രാഫ്റ്റ് ചെയ്തത്. ആ വി ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇതാണ് ഗ്രാഫ്റ്റിംഗ് ഏരിയ. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വി ഗ്രാഫ്റ്റ് ചെയ്തതാണ്. വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഭാഗം നമുക്ക് കണ്ടാലറിയാം ഇതിൻ്റെ 2 ഭാഗത്തെയും സ്കിന്നും ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടിയുടെ സ്റ്റമ്പിൻ്റെ സ്കിന്നും തമ്മിൽ ഒന്നിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഗ്രാഫ്റ്റ് പിടിക്കുകയുള്ളൂ. ഇത് വി ഗ്രാഫ്റ്റാണ്. വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചെടിയുടെ ഭംഗിക്കൊരു ചെറിയ ഭംഗിക്കേട് നമുക്കുണ്ടാകും. കാരണം ഈ ഭാഗം നമുക്കിങ്ങനെ ഒരു പ്രൊജക്ഷൻ ഈ ഭാഗത്തുണ്ടാകും. അത് നമ്മൾ കാര്യമാക്കേണ്ട. വളരെ സക്സസ് ആണ് വി ഗ്രാഫ്റ്റ്. 100% സക്സസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ തുടക്കക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യുവാൻ കഴിയുന്നത് വി ഗ്രാഫ്റ്റാണ്. അത് 100% സക്സസ് ആകും. അത് ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് വി ഗ്രാഫ്റ്റ് സക്സസ് ആക്കാം എന്നതിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഗ്രാഫ്റ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക. നന്ദി.